നമ്മൾ ഒരാളിങ്ങനെ പറയണത് മറ്റുള്ളവർ സന്തോഷിക്കാനും അവർ ചിരിക്കാനും വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ മിമിക്രി എന്ന് പറഞ്ഞ ഒരു കാരിക്കേച്ചറാണ്. നല്ല രീതിയിൽ എന്നെ വരച്ചു വെച്ചാൽ ആരും ചിരിക്കില്ല. അത് ഇച്ചിരി വക്രിച്ചൊക്കെ വരച്ചാൽ ആൾക്കാർ ചിരിക്കുള്ളൂ. ഇതിപ്പോൾ ആഗ്രഹിക്കുന്ന ജാക്കിച്ചാൻ്റെ കൂടെ അഭിനയിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. വെച്ചിട്ട് നടക്കണമെന്നില്ല. ക്യാരക്ടർ ചൂസ് ചെയ്യാൻ മാത്രം നമ്മളായിട്ടില്ല. നമ്മൾ ആ ക്യാരക്ടർ ചൂസ് അന്ന് നീ വേണ്ട അവിടെ ഇരുന്നോന്ന് പറയും. അപ്പോൾ ആ സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ ജോലിക്കുള്ള ഇൻ്റർവ്യൂ ആണോ? നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മലയാള സിനിമയിലെ ഒരു മുൻനിര കൊമേഡിയനായി മാറിയ പാഷാണം ഷാജിയാണ്. സാർ വെൽക്കം. ഓക്കെ സാർ, എങ്ങനെയാണ് ആ ഒരു പേര് പാഷാണം ഷാജി എന്നുള്ളൊരു പേര്? അത് ഞാനേ ഒരു സ്കിറ്റ് ചെയ്തതാണ്. അതിനകത്തൊരു ക്യാരക്ടറായിരുന്നു. ആ ക്യാരക്ടറിൻ്റെ പേരാണ് പാഷാണം ഷാജി എന്ന്. ആ സ്കിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനെ വന്നപ്പോൾ പാഷാണം ഷാജിയായി. പാഷാണം ഷാജി ഇല്ല, പാഷാണം. സിനിമയിലേക്ക് ഈ സ്കിറ്റുകളിലൂടെയാണോ സിനിമയിലേക്കുള്ള ഉണ്ടാവുന്നത്? സ്കിറ്റ് കളിച്ചാണ് ഞാൻ വന്നത്, ചാനലിലൂടെ വന്നത്. ചാനലിൽ നിന്നൊരു സിനിമയിലേക്ക് മാറുമ്പോൾ എന്തൊക്കെ ഒരു മാറ്റങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? മെയിൻ മാറ്റം സാമ്പത്തികമായിട്ട്. ചാനലിലാകുമ്പോൾ കുറഞ്ഞതായിരുന്നു. പിന്നെ അത് വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ മെച്ചത്തിൽ നമുക്ക് ശമ്പളം കിട്ടാൻ തുടങ്ങി. അതാണ് മെയിൻ മാറ്റം. പിന്നെ കുറച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനലിൽ എല്ലാ ദിവസവും കാണാം അവർക്ക് നമ്മളെ. സിനിമ ആകുമ്പോഴത്തേക്ക് കുറച്ച് ദിവസങ്ങൾ ഗ്യാപ്പിട്ട് അല്ല മാസങ്ങൾ ഗ്യാപ്പിട്ട് നമ്മളെ കാണാൻ പറ്റുള്ളൂ. ഇതെല്ലാ ദിവസവും എല്ലാവരുടെയും വീട്ടിൽ നമ്മളുണ്ടാവും. സിനിമ എന്തൊക്കെയാണ് പുതിയ സിനിമ വിശേഷങ്ങൾ? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പടം ക്രൈം നമ്പർ 302 എന്നുകൊണ്ട് സിദ്ദിഖിക്ക മെയിനായിട്ടുള്ളൊരു പടം. അതിൻ്റെ ഇപ്പോൾ പകുതിയായി, ബാക്കിയും കൂടി മെയിൽ പടം തീരും. അഭിനയാണോ? സംവിധാനത്തിലേക്ക് എന്തെങ്കിലും കടക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? അതിൻ്റെ ഒരു പരിപാടിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ തന്നെ എൻ്റെ തന്നെ കഥ അങ്ങനെ പടം പ്ലാൻ ചെയ്ത് നിൽക്കണം. എന്ന് ജനങ്ങൾക്ക് കാണാൻ പറ്റുമോ ഒരു സിനിമ? എന്തായാലും ഈ ജൂണൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത മഴ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലേക്ക്. ജീവിതത്തിലും സിനിമയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞു. കൊമേഡിയിൽ നിന്ന് വന്നിട്ട് ഇന്നൊരു സിനിമാ നടനിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആരുടെ കൂടെ അഭിനയിക്കാനായിരുന്നു ആഗ്രഹം? ആ ഒരു ആഗ്രഹം നടന്നിട്ടുണ്ടോ സിനിമാ ജീവിതത്തിൽ എത്തിയതിനു ശേഷം? ഇതിപ്പോൾ ആഗ്രഹിക്കുന്ന ജാക്കിച്ചാൻ്റെ കൂടെ അഭിനയിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. വെച്ചിട്ട് നടക്കണമെന്നില്ല. കിട്ടുന്ന പടം ഭംഗിയായിട്ട് ചെയ്യുക, കിട്ടുന്ന ക്യാരക്ടർ നന്നായിട്ട് ചെയ്യുക. എങ്ങനെയാണ് ഓരോ ക്യാരക്ടറുകളും ചൂസ് ചെയ്യുന്നത്? ക്രൂ ആണോ, പ്രൊഡക്ഷൻ ആണോ? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്രൂവും പ്രൊഡക്ഷനും അതുപോലെ തന്നെ സ്ക്രിപ്റ്റൊക്കെ നോക്കിയിട്ടാണ് ക്യാരക്ടർ ചൂസ് ചെയ്യുന്നത്. താങ്കൾ എങ്ങനെയാണ് ക്യാരക്ടറൊക്കെ ചൂസ് ചെയ്യുന്നത്? ക്യാരക്ടർ ചൂസ് ചെയ്യാൻ മാത്രം നമ്മളായിട്ടില്ല. നമ്മൾ ആ ക്യാരക്ടർ ചൂസ് അന്ന് നീ വേണ്ട അവിടെ ഇരുന്നോന്ന് പറയും. അവരാ ചൂസ് ചെയ്യണം. നമ്മളാ ഒരു ക്യാരക്ടർ ആപ്റ്റായിട്ടുണ്ടെങ്കിൽ ഞാനതിന് ആപ്റ്റാണെങ്കിൽ എന്നെ ചൂസ് ചെയ്യും. അല്ലാണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് മൊത്തം കേൾക്കട്ടെ, ക്യാരക്ടർ അങ്ങനെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണല്ലേ. അപ്പോൾ നമ്മൾ പുറകോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ക്യാരക്ടർ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക. ഇന്ന ക്യാരക്ടർ ഒന്നും. ഇപ്പോൾ പുതിയൊരു സിനിമ ചെയ്യാൻ പോണ ആരാണതിൽ നായകനും നായികയൊക്കെ ആയിട്ട്? എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. പക്ഷെ ഒന്നും പുറത്ത് പറയാൻ പറ്റില്ല. എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. ഒരു കൊമേഡിയനായിട്ട് ഒരു സംവിധാനത്തിൽ കിടക്കുമ്പോൾ ആ ഒരു സിനിമയുടെ ജനറൽ കോമഡി തന്നെയായിരിക്കും? അല്ല, ഞാൻ കൊമേഡിയനായിട്ടല്ല, ഞാൻ ഡ്രാമ സംവിധാനം ചെയ്യുന്ന ഡ്രാമ ആർട്ടിസ്റ്റാണ് ശരിക്കും ഞാൻ. അപ്പോൾ എൻ്റെ റൂട്ട് മുഴുവൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഞാനും വൈഫും കൂടി ഒരു 3/4 മണിക്കൂറുള്ള ഡ്രാമ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സീരിയസ് സബ്ജക്റ്റായിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകണമെന്നും അങ്ങനത്തെ തന്നെ. അപ്പോൾ നമ്മൾ സ്കിറ്റ് കളിക്കണമെന്നുള്ളൂ ഞാൻ. ബാക്കി എൻ്റെ റൂട്ട് മുഴുവനും വേറെ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു മൂഡിലുള്ള പടമോ തമാശയായിട്ടുള്ള പടമോ അല്ല അത്. ചേട്ടനെ പലരും പല രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്ത് കാണാറുണ്ട്. താങ്കളും അതുപോലെ ഒരു ഇമിറ്റേഷനോടെ കോമഡിയിലൂടെയാണ് കടന്നു വന്നത്. ചേട്ടനെ മറ്റുള്ളവർ ഇമിറ്റേറ്റ് ചെയ്ത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? എനിക്ക് സന്തോഷമുള്ളൂ. നമ്മൾ ഇപ്പം എന്തായാലും കളിയാക്കുക ഇതൊക്കെ ഇപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ. നമ്മൾ നിറം പറയാൻ പാടില്ല, ബോഡി ഷേമിങ് പറ്റില്ല, ഒക്കെ ശരിയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചോ, നിങ്ങളിങ്ങനെ ഒരു 3-4 പേര് കൂടുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ നമ്മൾ കളിയാക്കും. അത് ഇപ്പം മോളെ കളിയാക്കണമെങ്കിൽ മോക്ക് സന്തോഷിക്കാൻ വേണ്ടിയല്ല, ബാക്കിയുള്ളവർ സന്തോഷിക്കാൻ വേണ്ടിയാണ്. അത് തന്നെയാണ് ഇതിൻ്റെ റൂട്ട്. നമ്മൾ ഒരാളിങ്ങനെ പറയണത് മറ്റുള്ളവർ സന്തോഷിക്കാനും അവർ ചിരിക്കാനും വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ മിമിക്രി എന്ന് പറഞ്ഞ ഒരു കാരിക്കേച്ചറാണ്. നല്ല രീതിയിൽ എന്നെ വരച്ചു വെച്ചാൽ ആരും ചിരിക്കില്ല. അത് ഇച്ചിരി വക്രിച്ചൊക്കെ വരച്ചാൽ ആൾക്കാർ ചിരിക്കുള്ളൂ. അപ്പോൾ അതുപോലെയാണ് ഇത്. ഇപ്പോൾ കാലഘട്ടം മാറിയപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾക്ക് നമ്മൾ എന്താ പറയുക എല്ലാം ഒഴിവാക്കി ആ രീതിയിലേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്നെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് വെറുതെ ഇമിറ്റേറ്റ് ചെയ്ത് ആരും ചിരിക്കില്ല. കുറച്ച് ഓവറാക്കണം. കുറച്ചും കൂടി ഓവറാക്കിയാൽ എന്നെക്കാളും ഒരു ഇച്ചിരി വിട്ടു നിന്നാലേ ആൾക്കാർ ചിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നത് എനിക്ക് സന്തോഷമുള്ളൂ. ഈ അമർ അക്ബർ ആന്റണിയിൽ ആ ഒരു സ്റ്റേജിൽ ഇമിറ്റേറ്റ് ചെയ്യണ ഒരു രംഗം ഉണ്ടല്ലോ, അത് വളരെ ഭയങ്കര രീതിയിലാണ് ജനങ്ങൾ ഏറ്റെടുത്തുണ്ടായത്. അപ്പോൾ ഒരു സിനിമയിൽ വന്നപ്പോൾ ആ ഒരു രംഗം ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ എന്താണ് തോന്നിയത്? അതെന്താണെന്ന് വെച്ചാൽ അത് വിപിനും വിഷ്ണുവുണ്ട് എൻ്റെ റൈറ്റർമാർ. അവരത് ഫുൾ പാക്ക്ഡാണ്. അപ്പോൾ നമുക്ക് ഇന്ന പോലെ ചെയ്യണമെന്ന് അവർ കറക്റ്റ് പറഞ്ഞു തന്നു. അല്ലാണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതല്ലത്. അവർ രണ്ടുപേരും അത് ആ സിനിമ മൊത്തത്തിൽ നല്ല പാക്ക്ഡാണ്. അതിൽ നിന്ന് ഒരു വാക്ക് അങ്ങോട്ടോ ഒരു വാക്ക് ഇങ്ങോട്ടോ ചേർക്കേണ്ടതോ കുറക്കേണ്ടതായിട്ടോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ കറക്റ്റായിട്ട് ഇന്ന പോലെ ചെയ്യണോട്ടാ, ഇതാണ് റൂട്ട് എന്ന് പറഞ്ഞു തന്നു. പിന്നെ ആ കൊച്ചു ചെയ്യണം ഞാൻ കാണുന്നുണ്ടല്ലോ,
അത് കുറച്ചുകൂടെ ഒന്ന് വൾഗറായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെയ്ത കൊച്ചു നല്ല നീറ്റായിട്ടാണ് ചെയ്തത്, അത് തലകറങ്ങണൊക്കെ ആയിട്ട്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഇതായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ കൊച്ചു ചെയ്തുകൊണ്ട് എളുപ്പമായിരുന്നു ചെയ്യാനായിട്ട്. ഇപ്പോൾ സിനിമയിൽ പൃഥ്വിരാജ് ഉണ്ട്, ജയസൂര്യ ഉണ്ട്. പൃഥ്വിരാജ് ഇപ്പോൾ സിനിമകൾ നിർമ്മിച്ച് സംവിധാനം ചെയ്ത് ഒരു വലിയൊരു സംവിധായകനായി മാറിയിരിക്കുകയാണ്. അടുത്ത സിനിമയിൽ പൃഥ്വിരാജ് ഒരു സിനിമയിൽ ഒരു സ്ഥാനം തന്ന് വിളിക്കുമ്പോൾ പോവോ? തീർച്ചയായും പോവോ? അങ്ങോട്ട് വിളിക്കൂലേ നമ്മൾ, ഇങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് വിളിക്കൂ. എന്തായാലും ഒരു പടം 2 പടം ഞങ്ങളൊന്ന് ചെയ്തിട്ടുള്ള ആ 2ലും നല്ല ക്യാരക്ടർ കിട്ടി. കടുവയിലും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ കോമഡി രംഗത്ത് സാറിനെ പോലെ സിനിമയിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് പേര് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ സിനിമയിലേക്ക് വരാൻ വേണ്ടി എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞു? മെസ്സേജ് അല്ല, എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും അവർ വരാൻ വേണ്ടിയിട്ട്. കാരണം ഒത്തിരി കാലം സ്റ്റേജും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്ന് അവർ ഇങ്ങോട്ട് വരാൻ വേണ്ടി എൻ്റെയും കൂടി പ്രാർത്ഥന ഉണ്ടാവും. കാരണം നമ്മുടെ സഹോദരങ്ങളാണ്, പുതിയ ആൾക്കാർ കയറി വരണം. പിന്നെ വന്ന് എത്തിപ്പെടാൻ എളുപ്പം, പക്ഷെ നിലനിൽക്കാനാണ് പാട്. നമ്മളത് ഇവിടെ വന്ന് ബിഹേവ് ചെയ്യുന്ന രീതി പോലെ ഇരിക്കും. നമ്മൾ നല്ലൊരു ക്യാരക്ടർ ഉണ്ടായാൽ നമുക്ക് നിലനിൽപ്പുണ്ടാവും. പക്ഷെ നല്ല കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും പലരും സിനിമയിൽ അല്ലെങ്കിൽ സീരിയലിൽ ഏത് മേഖലയാണെങ്കിലും തെളിയാതെ പോയിട്ടുണ്ട്, കഴിവും ഹാർഡ് വർക്കും ഉണ്ടായിട്ട്. അപ്പോൾ ആ സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ ജോലിക്കുള്ള ഇന്റർവ്യൂ ആണോ ഇത്? ഓക്കെ, എവിടെ തുടങ്ങിയത്? ഞാൻ ഉദ്ദേശിച്ചത് സിനിമയിൽ ഇപ്പോൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കുറേ പേര് ട്രൈ ചെയ്യുന്നുണ്ട്. ഹാർഡ് വർക്കും കഴിവും ഉണ്ടായിട്ട് മാത്രം പറ്റാതെ പോയിട്ടുണ്ട്. അതിന് ലക്കും വേണം, അതുപോലെ തന്നെ ഒരുപാട് കണക്ഷൻസ് ഒക്കെ വേണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ന് കാലത്തൊക്കെ കുറേ പേര് ഇതുപോലെ ലക്കിൻ്റെ ഇതിലും ഈ കണക്ഷൻ ഇല്ലാത്തതിൻ്റെ പുറത്തൊക്കെ അങ്ങനെ ഒരുപാട് നല്ല നല്ല കലാകാരന്മാരൊക്കെ പോയിട്ടുണ്ടാകും. പക്ഷേ ഇന്നിപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ അല്ല ചാനലിലൂടെ എല്ലാം ഇപ്പം മോക്കൊരു കഴിവുണ്ടെങ്കിൽ അത് തെളിയിക്കാനായിട്ട് ഇഷ്ടംപോലെ മാർഗ്ഗങ്ങളുണ്ട്. വെറുതെ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലും മതി. അപ്പോൾ അങ്ങനെ സിനിമയിലേക്ക് വരാനായിട്ട് ചാൻസ് കൂടുതൽ ഇപ്പോഴാണ്. പണ്ട് കുറേ ബന്ധങ്ങൾ വേണം, ഫോണ് പോലും ഇല്ലാത്ത സമയത്തൊക്കെ ഓരോരുത്തർ ബന്ധപ്പെടാനും പോയി മദ്രാസിൽ പോയി കിടന്ന് റൂമെടുത്ത് അങ്ങനെയൊക്കെ പോയി കുറേ ആൾക്കാരുടെ കഥ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് സിനിമയിലെത്താൻ. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഓക്കെ.